ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ. വാഴക്കുടപ്പൻ എന്നും പറയും. അപ്പോൾ നമുക്ക് ആദ്യം ഈ വാഴക്കുടപ്പൻ നന്നാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള വാഴക്കുടപ്പനാണ് കേട്ടോ. ഈ വാഴക്കുടപ്പൻ തോരൻ വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൽ വളരെയധികം ഫൈബർ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ ഈ വാഴയുടെ മറ്റു ഭാഗങ്ങളാണ് മറ്റേ ഉണ്ണിപ്പിണ്ടിയില്ലേ, അതും അതുപോലെ തന്നെ വാഴക്കല്ലൊക്കെ, ഇതൊക്കെ കറി വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്, പിന്നെ കഴിക്കുന്നതും നല്ലതാണ്. ഇതിലൊക്കെ വളരെയധികം ഫൈബർ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വാഴക്കുടപ്പനാണെങ്കിലും അതുപോലെ തന്നെ ഉണ്ണിപ്പിണ്ടി ആണെങ്കിലും ഇതെല്ലാതും ഇടയ്ക്കെങ്കിലും നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് കഴിക്കണം കേട്ടോ. അത്രയും നല്ലതാണ്, അതുകൊണ്ടാണ് കറി വെച്ച് കഴിക്കുന്നതൊക്കെ പറയുന്നത്. എല്ലാത്തിനും ഉപരി നമ്മുടെ വീട്ടിലുണ്ടാവണ കാരണം ഇതിലൊന്നും മായം ചേർക്കില്ല. അപ്പോൾ അത് കഴിക്കണതേ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടില്ലേ, ഇതിൻ്റെ പോള ഇതേപോലെ പൊളിച്ച് കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ കണ്ടപ്പോൾ വയലറ്റ് കളറായിരുന്നു, അതിങ്ങനെ പൊളിച്ച് വന്നപ്പോൾ കണ്ടില്ലേ ഈ ഒരു കളറായിട്ടുണ്ട്. ഇത് നല്ല പോലെ മഞ്ഞ കളറായി വരും. അതുവരെ ഞാൻ ഇതിൻ്റെ പോളകൾ പൊളിക്കുന്നുണ്ട്. പോളരൊപ്പം ഞാൻ ആ പൂവും എടുക്കണില്ല, അതും കളയുന്നുണ്ട്. കണ്ടില്ലേ ഇപ്പം മഞ്ഞ കളറായിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ ഞാൻ പൊളിക്കൽ നിർത്തുകയാണ്. ഇത് നമുക്കിത് അരിയാനായിട്ട് നോക്കാം. ഈ കുടപ്പൻ ഞാൻ അരിഞ്ഞെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിയുന്നതിന് മുന്നേ നമുക്കിത് കഴുകിയെടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ കഴുകിയിട്ടൊന്നുമില്ല, കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇത് വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പോളൊക്കെ പൊളിച്ചിട്ടാണല്ലോ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ കഴുകിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ നല്ല പോലെ കഴുകണം കേട്ടോ. അരിയുന്നതിന് മുന്നേ നല്ല പോലെ ഉപ്പ് വെള്ളത്തിലിട്ടോ, മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിലിട്ടോ 2 മിനിറ്റ് ഇട്ടതിന് ശേഷം നല്ല പോലെ വാഷ് ചെയ്തിട്ട് വേണം കഴുകാനായിട്ട്. ഇതിപ്പോൾ വീട്ടിലുണ്ടായ കാരണമാണ് ഞാൻ കഴുകാഞ്ഞത് കേട്ടോ. ഇത് അരിഞ്ഞതിന് ശേഷം എപ്പോഴും കഴുകരുത്, അരിയണതിന് മുന്നേ വേണം കഴുകാനായിട്ട്. പിന്നെ ഇതിൻ്റെ പറയാമല്ലോ, അതിപ്പോൾ വീട്ടിലുണ്ടായ കാരണം നല്ല പശയുണ്ട്, കയ്യിൽ തന്നെ എൻ്റെ ഒട്ടി പിടിക്കുകയാണ്. അപ്പോൾ ഇത് ഇതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പാളയംകോണം വാഴയില്ലേ, അതിൻ്റെ കുടപ്പനാണ് കേട്ടോ. അത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതിൽ കയ്പൊന്നും ഉണ്ടാവില്ല. ചില വാഴകളിലൊക്കെ കുടപ്പൻ നമുക്ക് കറിക്ക് അനുയോജ്യമാവില്ല, നല്ല പോലെ കയ്പുണ്ടാവും. എൻ്റെ അനുഭവം വെച്ചിട്ട് റോബസ്റ്റ് പറ്റില്ല, അതുപോലെ തന്നെ പൂവൻ്റെ അതില്ല, അതും കയ്പുണ്ടാവും. പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ പാളയംകോണം തന്നെയാണ് മെയിനായിട്ട് വെക്കാറുള്ളത്. ഇത് രണ്ടും ഞങ്ങൾ ടെസ്റ്റ് നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് രണ്ടും നല്ല കയ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ചിലപ്പോൾ നല്ല കയ്പുള്ള ഇതൊക്കെ ആകുമ്പോൾ റോബസ്റ്റ് ഒന്നും തീരെ പറ്റില്ല, നല്ല കയ്പായിരിക്കും. മെയിനായിട്ട് നമ്മൾ പാളയംകോടൻ വാഴയുടെ കുടപ്പിന് തന്നെയാണ് വെക്കുക. മൈസൂർ പൂവൻ എന്നാണ് പറയുക. ഈ പാളയംകോടൻ്റെ വേറൊരു പേര് മൈസൂർ പൂവൻ ആണ്. അപ്പോൾ ഞാനിത് അരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ കറിയിലേക്ക് എത്ര ഉപ്പ് വേണം ആ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക, ഏകദേശം 1 ടീസ്പൂൺ. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പേരി ആക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം മൂത്ത് വരുന്ന വരെ ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുത്തിപ്പൊടിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇത് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കുടപ്പല്ലേ അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഇത് തുറന്ന് നോക്കിയതേ നമ്മുടെ വാഴക്കുടപ്പനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ
നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് മതി, കറക്റ്റ് 2 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇതിലേക്ക് ഇനി 1 കപ്പ് നാളികേരം കേട്ടോ ചെരുകി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും 2 മിനിറ്റ് നമുക്കൊന്ന് നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വാഴക്കുടപ്പൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ ഇത് കഴിച്ച് നോക്കിയിട്ട് ഉപ്പിൻ്റെ വില കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഉപ്പേരിയാണ്. പിന്നെ അതുപോലെ തന്നെ അറിയാലോ, ഈ വാഴക്കുടപ്പനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവണ ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ എല്ലാം നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.